ഹലോ എവ്രിവൺ, ഞാൻ ജാസ്മിൻ. ഞാനൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. ഇത് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള സംഭാഷണങ്ങളാണ്. ആർക്കൊക്കെയാണ് മാനസികാരോഗ്യ സേവനങ്ങൾ ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാനസികാരോഗ്യ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുമ്പോൾ കൗൺസിലിംഗ് പലർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അതിന്റെ ഒപ്പം തന്നെ കേൾക്കാറുള്ള ഒരു വാക്കാണ് തെറപ്പി അല്ലെ സൈക്കോ തെറപ്പി എന്നുള്ളത്. ചില അവസരങ്ങളിൽ ഇതിന്റെ ഒപ്പം കൗൺസിലിങ്ങിനും സൈക്കോ തെറപ്പിക്കും ഒപ്പം തന്നെ മരുന്നുകളും കൂടെ ആവശ്യമാവാറുണ്ട്. അത് മാനസിക രോഗ അവസ്ഥകൾക്കാണ് മരുന്നുകൾ ആവശ്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാനസിക രോഗങ്ങളെ കുറിച്ചല്ല, മറിച്ച് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി ആർക്കൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തിന്, ഏത് സാഹചര്യത്തിന് എന്ന് നോക്കാം. അപ്പോ ഞാൻ സാധാരണ പ്രൊഫഷണൽ എന്നുള്ള ഒരു ലെവലിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ആർക്കും ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ മരണം വരെയുള്ള പല പല അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഓരോ ജീവിതാനുഭവങ്ങളിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുഖകരമല്ലാത്ത, സന്തോഷകരമല്ലാത്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയങ്ങളിലാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി എന്നുള്ള സർവീസസ് ആവശ്യം വരിക. അത് ആർക്കും ആ സർവീസസ് എടുക്കാവുന്നതാണ്. കുട്ടികൾ മുതൽ കൗമാരക്കാർ മുതൽ യുവാക്കൾ മുതൽ മുതിർന്ന ആൾക്കാർ മുതൽ പ്രായമുള്ളവർ വരെ ആർക്കാണെങ്കിലും ഈ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ജീവിത അനുഭവങ്ങൾ, അൺപ്ലസന്റ് ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയത്താണ് അൺപ്ലസന്റ് ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിനെ അത് ബാധിക്കുന്നു. മനസ്സ് നമ്മളുടെ തലച്ചോറാണ്, നമ്മളുടെ വികാരങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന വിഷമം അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ദേഷ്യം, ഇത്തരത്തിലുള്ള വികാരങ്ങളെ ഈ ജീവിതാനുഭവങ്ങള് കൈൻഡ് ഓഫ് ബ്രൈറ്റൻ ചെയ്യും, അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യും. സോ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ തെറപ്പിയിലൂടെ ഈ എക്സ്പീരിയൻസിന്റെ, ഇമോഷണൽ എക്സ്പീരിയൻസസിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. വിഷമം കുറയ്ക്കാൻ അല്ലെങ്കിൽ ദേഷ്യം മാനേജ് ചെയ്യാൻ, പേടികൾ അഡ്രസ് ചെയ്യാനൊക്കെ കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറപ്പി പോലുള്ള സർവീസസ് സഹായിക്കും. താങ്ക് യു.